ബഹുമാന്യനായ കേരള ഗവർണറുടെ ഒരു പ്രതികരണം ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നു. സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കുന്ന സർക്കാർ പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് കാലപരിധി നിശ്ചയിച്ചതാണ് കേരള ഗവർണർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടായത്. അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇന്നു കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞത്രേ, അങ്ങനെ ഭരണഘടന നിശ്ചയിച്ചിട്ടില്ലാത്ത സമയപരിധി നിശ്ചയിക്കാൻ ആർക്കാണ് അവകാശമുള്ളതെന്ന്. ഭരണഘടന അങ്ങനെ സമയപരിധി നിശ്ചയിക്കാതിരുന്നത് ഒരു സാമാന്യ നീതിക്കും സാമാന്യ യുക്തിക്കും സാമാന്യ ബോധത്തിനുമനുസരിച്ച് പാർലമെൻറ്റിനും നിയമസഭയ്ക്കുമൊക്കെയുള്ള അതിൻ്റെ പരമാധികാരം ജനാധിപത്യത്തിൽ അടിവരയിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെ പാസാക്കി അയക്കുന്ന നിയമങ്ങൾ അത് പിടിച്ചു വെക്കുന്ന ഉത്തരവാദിത്തമില്ലായ്മ പിൽക്കാലത്ത് ഏതെങ്കിലും ഗവർണർമാർ കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഈ ഭരണഘടനയുടെ ഓപ്പറേഷണലൈസേഷനിൽ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വിധിന്യായങ്ങളും പ്രസ്താവിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ഒരു ഫെഡറൽ സംവിധാനമാണ്. ആ ഫെഡറൽ സംവിധാനത്തിൽ യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരുന്ന ആളുകളുണ്ട്. അവർ സ്റ്റേറ്റിൻ്റെ താൽപ്പര്യം പരിഗണിച്ച് നിയമസഭയുടെ ഫ്ലോറിൽ പാസ്സാക്കുന്ന ബില്ലുകൾ അത് പരിഗണനയ്ക്ക് അയക്കുമ്പോൾ അതിലെന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ തിരുത്തലുകളോ അല്ലെങ്കിൽ പൂർണ്ണതയോ ആവശ്യമുണ്ടെങ്കിൽ ഗവർണർക്ക് മടക്കി അയക്കാം. അതല്ലെങ്കിൽ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ ഉപദേശം തേടാം. ഈ 2 കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു സമയപരിധിയും ആരും നിശ്ചയിക്കരുതെന്നും എല്ലാം തങ്ങളുടെ ഇഷ്ടമാണെന്നും ഒരു ഗവർണർ സ്വമേധയാ തീരുമാനിച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണ്ടേ? അതോ പാസാക്കി അയക്കുന്ന കാര്യങ്ങൾ ഗവർണർ തീരുമാനിക്കുമ്പോൾ നടപ്പിലാക്കാം എന്ന് വെക്കുന്നെങ്കിൽ സുപ്രീം കോടതി തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗവർണർ രാജ് അല്ലല്ലോ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അടങ്ങുന്ന ഒരു പൂർണ്ണ സംവിധാനമാണ്. ഗവർണർ അതിൻ്റെ ഉപദേശകനാണ്, നിർദ്ദേശകനാണ്, അത് പരിശോധിക്കാനുള്ള അവകാശവും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരിശോധനയ്ക്കും ഒരു കാലപരിധി എന്ന് പറയുന്നത് സ്വന്തം ബോധ്യത്തിൻ്റെയും തീരുമാനത്തിൻ്റെയും ഉത്തമ താൽപ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടതാണ്. തമിഴ്നാട്ടിൽ ഒരു ഗവർണർ 10ഓളം ബില്ലുകൾ വർഷങ്ങളോളം അങ്ങ് പിടിച്ചു വച്ചാൽ അങ്ങനെയാവുമ്പോൾ പിന്നെ നിയമസഭ എന്തിനാണ്? ഗവർണർ പാസ്സാക്കുന്ന നിയമങ്ങൾ നിയമസഭയ്ക്ക് അയച്ചു കൊടുക്കുന്ന രീതിയാണോ ജനാധിപത്യത്തിൽ ഉദ്ദേശിക്കുന്നത്? ഏതായാലും എനിക്കത് കേട്ടപ്പോൾ തോന്നിയ സംശയങ്ങൾ അതേ രൂപത്തിൽ തന്നെ ഇന്ന് KC വേണുഗോപാൽ ഒരു വേദിയിൽ പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യവും വ്യക്തവുമാണ്. അതൊന്ന് കേൾക്കാം. ഗവർണർമാർക്ക് അധികാരങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. ആ അധികാരങ്ങളെല്ലാം മാറ്റി നിയമനിർമ്മാണത്തെ പോലും നോക്കുകുത്തിയാക്കുന്ന സമീപനമായി ഗവർണർ മുന്നോട്ട് പോയപ്പോൾ സർക്കാരുകളെ, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിൻവാതിലൂടെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഗവർണർ പദവി ദുരുപയോഗപ്പെടുത്തിയപ്പോൾ അവിടെയാണ് നിർണായകമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി. ഇന്ന് ആ വിധിക്കെതിരായി നമ്മുടെ കേരള ഗവർണറും അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കി. അദ്ദേഹം പറയുന്നത് പാർലമെൻറ്റിന് മാത്രമാണ് ഗവർണർമാർക്കെതിരായിട്ട് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത്, സുപ്രീം കോടതിക്കില്ല. സംസ്ഥാന നിയമസഭകൾക്ക് പാസാക്കിയ ബില്ലുകൾ വൈകിച്ചത് കൊണ്ടല്ലേ സുപ്രീം കോടതിക്ക് ഇത് ഇടപെടേണ്ടി വന്നത്? പാർലമെന്റിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഗവർണർ സംസ്ഥാന നിയമസഭകളെ ഇടിച്ചു താഴ്ത്താൻ മറുപടത്തിൽ ശ്രമിക്കുന്നതിനെ ന്യായീകരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? 2, ഇത് ഭരണഘടനാ ബെഞ്ച് വേണമെന്നാണ് ഗവർണർ പറയുന്നത്. ഞാൻ തന്നെ നിയമതർക്കങ്ങളിലേക്കൊന്നും ഇപ്പോൾ ജുഡീഷ്യൽ തർക്കമായിട്ട് മാറട്ടെ. പക്ഷേ ഈ നാട്ടിൽ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ അസ്തമിപ്പിക്കാൻ, ഈ നാട്ടിൽ ഏകാധിപത്യം ഉണ്ടാക്കാൻ, ഈ നാടിൻ്റെ എല്ലാവിധമായ ഭരണ സംവിധാനങ്ങളും തകർക്കാൻ സംഘപരിവാറും BJPയും നരേന്ദ്രമോദിയും നടത്തുന്ന ശ്രമങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ചെറിയ രജതരേഖയാണ് സുപ്രീം കോടതി വിധി എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി ഞങ്ങൾ കണക്കാക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വിധിയെ വെല്ലുവിളിക്കാൻ ഗവർണർ വീണ്ടും രംഗത്ത് വരുന്നത് തങ്ങളുടെ അജണ്ട കൃത്യമായി നടപ്പിലാക്കാൻ പറ്റില്ലയോ എന്നുള്ള ആശങ്ക കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഗവർണറുടെ ആ നടപടി അങ്ങേയറ്റം സത്യത്തിൽ പറഞ്ഞാൽ ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് എന്നാണ്, നീതി വ്യവസ്ഥയോടുള്ള അവഹേളനമാണ്
എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇത് പറഞ്ഞു വന്നത് ഈ രാജ്യം അങ്ങനെ നിയമമില്ല, നീതിയില്ല, ജനാധിപത്യമില്ല, ഒന്നുമില്ലാതെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാടുമായി നമ്മൾ മുന്നോട്ട്